പ്രിയമുള്ള കുട്ടികളെ, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് കപ്പാസിറ്റേഴ്സ് ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. എന്താണ് ഒരു കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ? കപ്പാസിറ്റർ ഈസ് എ ഡിവൈസ് യൂസ്ഡ് ഫോർ സ്റ്റോറിങ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഹെൻസ് ഇലക്ട്രിക്കൽ എനർജി. ഇലക്ട്രിക് ചാർജ് സ്റ്റോർ ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ ഇലക്ട്രിക്കൽ എനർജി കൂടി സ്റ്റോർ ചെയ്യപ്പെടുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡിവൈസാണ് ഒരു കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ഇൻ പ്രാക്ടീസ് എ കപ്പാസിറ്റർ is a pair of conductors separated by air, vacuum or any other dielectric medium. ഒരു ഡയലക്ട്രിക് മീഡിയം കൊണ്ട് സെപ്പറേറ്റ് ചെയ്യപ്പെട്ട രണ്ട് കണ്ടക്ടേഴ്സാണ് ഒരു കപ്പാസിറ്ററിൻ്റെ ഭാഗം എന്ന് പറയുന്നത്. ഈ കപ്പാസിറ്ററിൻ്റെ ഭാഗമായിട്ട് വരുന്ന കണ്ടക്ടേഴ്സിൽ ഒന്ന് വെച്ചുകൊണ്ട് നമുക്ക് വേണേൽ കപ്പാസിറ്റൻസ് എന്താണെന്ന് പറയാൻ പറ്റും. കാരണം അടുത്ത കണ്ടക്ടർ ഇൻഫിനിറ്റിലാണെന്ന് സങ്കല്പിക്കാൻ പറ്റും. ഈ ഒരു സിംഗിൾ കണ്ടക്ടർ തന്നെ ഒരു കപ്പാസിറ്ററായിട്ട് കണക്കാക്കാം ഇൻ പ്രിൻസിപ്പിൾ. കാരണം ഇതിനും ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഇതിലേക്ക് പോസിറ്റീവ് ചാർജസ് നമ്മൾ കൊടുത്തു എന്ന് വിചാരിക്കാം. പോസിറ്റീവ് ചാർജസ് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് പൊട്ടൻഷ്യൽ റൈസസ്. വെൻ ചാർജ് Q ഈസ് ഗിവൺ ടു ദിസ് കണ്ടക്ടർ, ഇറ്റ്സ് പൊട്ടൻഷ്യൽ റൈസസ് ടു എ വാല്യൂ V. ദ ചാർജ് ഗിവൺ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ പൊട്ടൻഷ്യൽ ടു വിച്ച് ഇറ്റ് ഈസ് റേസ്ഡ്. അതിന് ഉണ്ടാകുന്ന പൊട്ടൻഷ്യലിൻ്റെ വർധനവെന്തോ അതിന് പ്രൊപ്പോർഷനായിട്ട് ചാർജ് കൂടും. യഥാർത്ഥത്തിൽ കോസ് എന്ന് പറയുന്ന ചാർജ് ആണെങ്കിലും അതിൻ്റെ എഫക്റ്റായ പൊട്ടൻഷ്യൽ പ്രൊപ്പോർഷനായിട്ട് നമുക്ക് പറയാൻ പറ്റും. സോ ദ ചാർജ് ഗിവൺ ടു ദ കണ്ടക്ടർ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ പൊട്ടൻഷ്യൽ ടു വിച്ച് ഇറ്റ് ഈസ് റേസ്ഡ്. സോ നാച്ചുറലി we can write Q is equal to a constant C into V. Here this constant C is called the capacitance of the conductor. ഈ കണ്ടക്ടറിൻ്റെ ചാർജ് ധരിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ ആ ഒരു കപ്പാസിറ്റൻസ് എന്ന് പറയുന്നതാണ് സി എന്ന് പറയുന്നത്. സി ക്യാൻ ബി റിട്ടൺ ആസ് സി ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ വി. ഇത് കാണിക്കുന്നത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ കപ്പാസിറ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഈസ് ദ റേഷ്യോ ഓഫ് ദ ചാർജ് ഗിവൺ ടു ഇറ്റ് ടു ദ പൊട്ടൻഷ്യൽ ടു വിച്ച് ഇറ്റ് ഈസ് റേസ്ഡ്, ഓർ ഇറ്റ് ഈസ് എ ചാർജ് റിക്വയർഡ് ടു റൈസ് ദ പൊട്ടൻഷ്യൽ ബൈ യൂണിറ്റി. ക്യൂ ബൈ വി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ന്യൂമറിക്കൽ ഈക്വൽ ടു ദ ചാർജ് റിക്വയർഡ് ടു റൈസ് ദ പൊട്ടൻഷ്യൽ ബൈ യൂണിറ്റി. അപ്പോൾ പൊട്ടൻഷ്യൽ യൂണിറ്റി ആയിട്ട് റൈസ് ചെയ്യാൻ ഒരുപാട് ചാർജ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റൻസ് കൂടുതലാണെന്ന് പറയും. സോ സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ദ കപ്പാസിറ്റൻസ് ഓഫ് എ കണ്ടക്ടർ. സോ യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ് ഈസ് ഗിവൺ ബൈ, ഇറ്റ് ഈസ് കോൾഡ് ഫാരഡ്. ഫാരഡ് ഈസ് ദ യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ്. 1 ഫാരഡ് ഈക്വൽസ് 1 കൂളം ഡിവൈഡഡ് ബൈ 1 വോൾട്ട്. സോ 1 ഫാരഡ് ഈസ് ഈക്വൽ 1 കൂളം ഡിവൈഡഡ് ബൈ 1 വോൾട്ട്. That means the capacitance of a conductor is said to be 1 farad if its potential is raised by 1 volt when a charge of 1 coulomb is given to it. അപ്പോൾ എന്താണ് ഒരു ഫാരഡ് എന്ന് പറഞ്ഞാൽ? 1 farad is the capacitance of a conductor whose potential rises by 1 volt when a charge of 1 coulomb is given to it. ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് വളരെ ലാർജ് യൂണിറ്റാണ്. അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ചെറിയ യൂണിറ്റുകളുണ്ട്. ദാറ്റ് ഈസ് മൈക്രോ ഫാരഡ്. ഒരു മൈക്രോ ഫാരഡ് എന്ന് പറഞ്ഞാൽ 10⁻⁻6 ഫാരഡാണ്. മറ്റൊന്ന് നാനോ ഫാരഡ്. 1 നാനോ ഫാരഡ് മീൻസ് 10⁻⁹ ഫാരഡ്. അതുപോലെ അടുത്തൊരു യൂണിറ്റാണ് 1 പൈക്കോ ഫാരഡ്. പൈക്കോ ഫാരഡ് എന്ന് പറഞ്ഞാൽ 10⁻12 ഫാരഡ്. ഈ യൂണിറ്റുകളാണ് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫാരഡ് എന്ന് പറയുന്നത് വളരെ ലാർജ് യൂണിറ്റ് ആയതുകൊണ്ട് ഈ സബ് മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള യൂണിറ്റുകളാണ് യൂസ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് കപ്പാസിറ്റൻസ്? കപ്പാസിറ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഈസ് ദ റേഷ്യോ ഓഫ് ദ ചാർജ് ഗിവൺ ടു ഇറ്റ് ടു ദ പൊട്ടൻഷ്യൽ ടു വിച്ച് ഇറ്റ് ഈസ് റേസ്ഡ്. ഇറ്റ് ഈസ് ഗിവൺ ബൈ സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി, ആൻഡ് ഹെൻസ് ദ യൂണിറ്റ് ഓഫ് capacitance is given by 1 coulomb by 1 volt and it is called 1 farad. This farad is a large unit and so small units are used. They are 1 microfarad 10⁻⁻6 farad and 1 nanofarad 10⁻⁹ farad, 1 picofarad 10⁻12 farad. Okay. Now let us find the capacitance of a spherical conductor of radius r.
ഒരു സ്പെറിക്കൽ കണ്ടക്ടർ നമ്മൾ ഇമാജിൻ ചെയ്യാന്ന് വിചാരിക്കുക, അതൊരു സ്പെറിക്കൽ കണ്ടക്ടറാണ്, അതിൻ്റെ റേഡിയസ് r ആണെങ്കിൽ, if a charge q is given to this conductor, then the potential of the surface is given by V is equal to 1 by 4 pi epsilon 0 into q by r. If this spherical conductor is placed in vacuum, then the potential on the surface is given by V equals 1 by 4 pi epsilon 0 into q by r, if r is the radius of the spherical conductor. Now the capacitance of this conductor is given by C equals q divided by V, or it is equal to q divided by 1 by 4 pi epsilon 0 into r, or q by 4 pi epsilon 0 into r. So we get the relation 4 pi epsilon 0 into r. This is the expression for the capacitance of a spherical conductor placed in air or vacuum. This is the capacitance of spherical conductor placed in air or vacuum. So it is clear that the capacitance depends on the radius, or it is proportional to the radius of the sphere. If this is placed in a medium of a relative permittivity epsilon r, then C is given by C is equal to 4 pi epsilon 0 into epsilon r into r. In that case, this is the expression for the capacitance of the spherical conductor. Okay. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രിൻസിപ്പിൾ ഓഫ് എ കപ്പാസിറ്ററാണ്. ഒരു കപ്പാസിറ്ററിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്, അതാണ് നോക്കുന്നത്. ശ്രദ്ധിക്കുക. ഹിയർ വി കൺസിഡർ ടു മെറ്റാലിക് പ്ലേറ്റ്സ് എ ആൻഡ് ബി. അതിൽ ആദ്യം എ മാത്രമേ നമ്മുടെ പക്കലുള്ളൂ. സ്പേസിൽ നമ്മൾ വെച്ചിരിക്കുന്ന എ മാത്രമാണ് ധരിക്കുക. ഇഫ് എ ചാർജ് ക്യൂ ഈസ് ഗിവൺ ടു ദിസ് പ്ലേറ്റ് എ, then the charge will be uniformly distributed on both sides of the plates. ഈ പ്ലേറ്റ്സിൻ്റെ ഇരുവശങ്ങളിലായിട്ട് ഒരേ ക്രമത്തിൽ തന്നെ ശേഖരിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ ഈ സൈഡിലും പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. ഇതിൻ്റെ അഭാവത്തിൽ ബി അവിടെ ഇല്ലയെന്ന് വിചാരിക്കുക. ദെൻ ദ ചാർജസ് ഗിവൺ ടു എ വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഓൺ ദ ടു സർഫസസ്. ആ ഒരു കേസിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ റൈസ് ചെയ്യും. കൊടുക്കുന്ന ചാർജ് ആനുപാതികമായിട്ട് അതിൻ്റെ പൊട്ടൻഷ്യൽ റൈസ് ചെയ്യും. നമുക്കറിയാം പൊട്ടൻഷ്യൽ ഈസ് ദ വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് യൂണിറ്റ് ടു പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി അപ് ടു ദ പോയിൻ്റ്. അല്ലെങ്കിൽ സീറോ പൊട്ടൻഷ്യൽ ഉള്ള ഒരു പോയിൻ്റിൽ നിന്ന് ഇതിലെ സർഫസിലൊരു പോയിൻറ്റിലേക്ക് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വരുമ്പോൾ ചെയ്യപ്പെടുന്ന വർക്കാണ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ചാർജ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഫലമായിട്ട് റിപ്പൾഷൻ കൂടും, കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ അതുകൊണ്ട് ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഇതിന് കൊടുക്കുന്ന ചാർജ് ആനുപാതികമായിട്ട് വർദ്ധിക്കും. ദ കപ്പാസിറ്റൻസ് ഓഫ് ദിസ് പ്ലേറ്റ് ഈസ് ഗിവൺ ബൈ C is equal to q by v. അതിൻ്റെ പൊട്ടൻഷ്യൽ v ആണ്. ഏതെങ്കിലും ഇൻസ്റ്റൻറ്റിലെ പൊട്ടൻഷ്യൽ v ആണെങ്കിൽ അതിൽ കൊടുത്ത ചാർജ് q ആണെങ്കിൽ C is equal to q by v ആയിരിക്കും അതിൻ്റെ കപ്പാസിറ്റൻസ് പറയുന്നത്. ഏത് കണ്ടക്ടറിൻ്റെ കപ്പാസിറ്റൻസ് ഈ ഫോർമുല വെച്ചാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. C is equal to q by v, where q is the charge given to the conductor and v is the potential to which it is raised. ആ ചാർജ് കൊടുക്കുമ്പോൾ ഏത് പൊട്ടൻഷ്യലേക്കാണോ അത് ഉയർത്തപ്പെടുന്നത്, ആ പൊട്ടൻഷ്യലും ചാർജും തമ്മിലുള്ള ആ ചാർജും പൊട്ടൻഷ്യലുമായിട്ടുള്ള റേഷ്യോ ആണ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. ഇതായിരിക്കും ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടക്ടറിൻ്റെ കേസ്. നൗ വി ഇമാജിൻ ദാറ്റ് വി ബ്രിങ് അനദർ കണ്ടക്ടർ ബി വെരി ക്ലോസ് ടു എ. എ എന്ന് പറയുന്ന പ്ലേറ്റിന് വളരെ ക്ലോസ് ആയിട്ട് അടുത്തൊരു കണ്ടക്ടർ ബി കൊണ്ടുവന്ന് വയ്ക്കുകയാണ്. ഇറ്റ് ഈസ് അൺചാർജ്. ആദ്യം ചാർജ് ഇല്ലാത്ത കണ്ടക്ടർ തന്നെയാണ് വയ്ക്കുന്നത്. ഇതിനാണ് ചാർജ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ബി എന്ന് പറയുന്ന കണ്ടക്ടർ വയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും? Then charges will be induced on, negative charges will be induced on the nearest side of B and positive charges on the farther side. അതായത് ഇത് പോസിറ്റീവ് ചാർജ് ഉള്ളതുകൊണ്ട് അതിൻ്റെ അട്രാക്ഷൻ ഉണ്ട്. ഇലക്ട്രോൺസ് ഇങ്ങോട്ട് വന്ന് ഇവിടെ നെഗറ്റീവ് ചാർജ് വരുമ്പോൾ ഇലക്ട്രോൺസ് പോകുന്ന ഭാഗത്ത് പോസിറ്റീവ് ചാർജസ് വരും. അങ്ങനെ ഒരു ഇൻഡക്ഷൻ കൊണ്ട് ചാർജ് അതിൽ പ്രേരണം ചെയ്യപ്പെടും. അങ്ങനെ ഫോം ചെയ്യുന്ന ചാർജസ് ആണ് ഇവിടെ കാണുന്നത്. ഇനി ഇതിൻ്റെ എഫക്റ്റ് എന്തായിരിക്കും? ഈ ഒരു പ്ലേറ്റിൽ നമുക്ക് ഇത് മാത്രമായിരുന്നപ്പോൾ ചാർജ് കൊടുക്കുന്ന ഒരു പരിധിയുണ്ട്. കാരണം കൊടുക്കുന്ന ചാർജിൻ്റെ ഫലമായിട്ട് ഇതിൻ്റെ പൊട്ടൻഷ്യൽ റൈസ് ചെയ്യുമെന്ന് പറഞ്ഞു. ആ പൊട്ടൻഷ്യൽ റൈസ് ചെയ്തിട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഡയലക്ട്രിക് സ്ട്രെങ്ത് ഓഫ് എയറിൻ്റെ ഡയലക്ട്രിക് സ്ട്രെങ്തിനെ മുകളിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഏതാണ്ട് 3 × 10⁶ വോൾട്ട് പെർ മീറ്റർ ആണ്. ഇത്രയും വാല്യൂയിലേക്ക് ഫീൽഡ് റൈസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കാം? എയർ അയണൈസ് ചെയ്യപ്പെടും.
അങ്ങനെ അയണൈസ് ചെയ്തിട്ട് ചാർജസിലേക്ക് ഔട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് ചാർജ് ചെയ്യാനായിട്ട് പറ്റാതെ വരും. അതിൻ്റെ കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് അത്രയ്ക്കേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റൻസ് വർദ്ധിപ്പിക്കണമെങ്കിൽ ഇതിൻ്റെ പൊട്ടൻഷ്യൽ റൈസ് ചെയ്യുന്നതിന് നമ്മൾ ലിമിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടി വരും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. വെൻ വി ബ്രിങ് അനദർ പ്ലേറ്റ് വെരി ക്ലോസ് ടു ദ ഫസ്റ്റ് പ്ലേറ്റ് എ, ദെൻ നെഗറ്റീവ് ചാർജ് വിൽ ബി ഇൻഡ്യൂസ്ഡ് ഓൺ ദ നിയറർ സൈഡ് ഓഫ് ബി ആൻഡ് പോസിറ്റീവ് ചാർജ് ഓൺ ദ ഫാദർ സൈഡ്. ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് നെഗറ്റീവ് ചാർജ് പൊട്ടൻഷ്യൽ ഓഫ് എ ഡിക്രീസസ്, but due to the presence of positive charge it increases. But here negative charge is closer to A, അതുകൊണ്ട് അതിൻ്റെ എഫക്റ്റ് ആയിരിക്കും കൂടുതൽ. അതുകൊണ്ട് there will be a slight decrease in the potential of A. അപ്പോൾ അതുകൊണ്ട് പഴയ പൊട്ടൻഷ്യലിലേക്ക് റൈസ് ചെയ്യാനായിട്ട് വീണ്ടും നമുക്ക് ചാർജ് കൊടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് കപ്പാസിറ്റൻസ് വർദ്ധിച്ചു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പൊട്ടൻഷ്യൽ റൈസ് ചെയ്യാനായിട്ട് കൂടുതൽ അഡീഷണലായിട്ട് ചാർജ് കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഈ പ്ലേറ്റ് കൊണ്ടുവന്ന് വെച്ചപ്പോൾ സംഭവിച്ചിരിക്കുന്നു. സോ ദ കപ്പാസിറ്റൻസ് ഓഫ് എ ഹാസ് ഇൻക്രീസ്ഡ്. നൗ ഇഫ് ദ സെക്കൻഡ് പ്ലേറ്റ് ഈസ് കണക്റ്റഡ് ടു എർത്തുമായിട്ട് ബന്ധിപ്പിക്കുന്ന സെക്കൻഡ് പ്ലേറ്റ്, then the positive charges on the farther side will be neutralized due to flow of electrons from the earth. എർത്തിൽ നിന്ന് ഉള്ള ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് കൊണ്ട് ഇവിടെയുള്ള പോസിറ്റീവ് ചാർജ് എല്ലാം ന്യൂട്രലൈസ് ചെയ്ത് പോയി. നൗ ദ എഫക്റ്റ് ഓഫ് ദ നെഗറ്റീവ് ചാർജ് ഓൺ എ വിൽ ബി മോർ. അപ്പോൾ കൂടുതൽ എഫക്റ്റ് വന്നു, ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഒന്നുകൂടി ഡിക്രീസ് ചെയ്യും. അതുകൊണ്ട് അതേ പൊട്ടൻഷ്യലേക്ക് റൈസ് ചെയ്യാനായിട്ട് നമുക്ക് വേണമെങ്കിൽ വീണ്ടും ചാർജ് കൊടുക്കാം. ദാറ്റ് മീൻസ് കപ്പാസിറ്റൻസ് ഓഫ് എ ഈസ് ഫർദർ ഇൻക്രീസ്ഡ്. വീണ്ടും എയുടെ കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്തു. ഫ്രം ദിസ് വി സി ദാറ്റ് we can increase the capacitance of a conductor by keeping an earthed conductor very close to it. അപ്പോൾ ഒരു കണ്ടക്ടറിൻ്റെ കപ്പാസിറ്റൻസ് വർദ്ധിപ്പിക്കാൻ എന്ത് ചെയ്താൽ മതി? ഒരു എർത്ത് കണ്ടക്ടർ അതുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കപ്പാസിറ്റൻസ് വർദ്ധിക്കും. എങ്ങനെയാണ് വർദ്ധിക്കുന്നത്? ദ പ്രസൻസ് ഓഫ് അനദർ കണ്ടക്ടർ ഡിക്രീസസ് ദ പൊട്ടൻഷ്യൽ ഓഫ് ദ ഫസ്റ്റ് കണ്ടക്ടർ. വെൻ ദ സെക്കൻഡ് കണ്ടക്ടർ ഈസ് എർത്ത്, the effect of the negative charge on the second conductor will be more, so potential is again decreased, so we can add more charges to this conductor. Thus the capacitance of the conductor is increased. This is the principle of a capacitor. That means we can increase the capacitance of a conductor by keeping another earthed conductor very close to it, and this is the principle of the capacitor. ഒരു കപ്പാസിറ്ററിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നതാണ്. അതുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് മറ്റൊരു കണ്ടക്ടർ വെച്ചിട്ട് ആ രണ്ടാമത് വെച്ച കണ്ടക്ടർ എർത്ത് ചെയ്താൽ മതി. അപ്പോൾ കപ്പാസിറ്റൻസ് വർദ്ധിക്കും. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു പ്ലേറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നത് അതിൻ്റെ കപ്പാസിറ്റൻസ് വർദ്ധിപ്പിക്കുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇതിന് കൂടുതൽ ചാർജ് ധരിക്കാനായിട്ട് കഴിയും. പക്ഷേ ഇപ്പോഴും ടോട്ടൽ ചാർജ് ഓഫ് ദ കപ്പാസിറ്റർ എന്തായിരിക്കും? 0 ആയിരിക്കും. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് ആയതുകൊണ്ട് ടോട്ടൽ ചാർജ് 0 ആയിരിക്കും. പക്ഷേ ഇതാണ് അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, ഈ ഷീറ്റ്സ് ഓഫ് ചാർജ് എന്ന് പറയുന്നത് ഇതിൻ്റെ അട്രാക്ഷൻ കൊണ്ട് ഇന്നർ ഫേസ് തന്നെ ചാർജസ് വരുന്നത് കൊണ്ട് ഷീറ്റ്സ് ഓഫ് ചാർജ് ആയിട്ട് കണക്കാക്കാൻ പറ്റും. രണ്ട് സൈഡിലും ഉണ്ടെങ്കിൽ ഫോമിലേക്ക് മാറും. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുമ്പോൾ ഇന്നർ സൈഡ് മാത്രമുള്ള ആ ഒരു ഫീൽഡ് അവിടെ വരുന്നു എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഇതിൻ്റെ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ അത് യൂസ് ചെയ്യും. അതായത് σ/2ε0 എന്ന ഫോമുല ഉപയോഗിച്ച് നമുക്ക് ഈ പ്ലേറ്റ് കൊണ്ടുള്ള ഫീൽഡും ഇതുകൊണ്ടുള്ള ഫീൽഡും കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ഇതിനിടയ്ക്കുള്ള ഫീൽഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അത് സാധ്യമാകുന്നത് ഇതിൻ്റെ പുറമേയുള്ള ആ ചാർജസ് പോകുന്നത് കൊണ്ടാണ്. ഇവിടെയും കൂടി ചാർജ് ഉണ്ടെങ്കിൽ ഫോമുല മാറാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആൻഡ് എക്സ്പ്രഷൻ ഫോർ ഇറ്റ്സ് കപ്പാസിറ്റൻസ്. ഈ ഡയഗ്രത്തിൽ കാണിച്ചിരുന്ന ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററാണ്. എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ കൺസിസ്റ്റ് ഓഫ് 2 പ്ലെയിൻ പാരലൽ മെറ്റാലിക് പ്ലേറ്റ്സ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് d. അതിൽ എ എന്ന് പറയുന്ന പ്ലേറ്റിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എ ആണ്. അതുപോലെ ബിയുടെയും ഏരിയ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എ ആണ്. അങ്ങനെ ഒരേ ഏരിയകൾ 2 പ്ലേറ്റ്സാണ് ഇതുപോലെ പാരലായിട്ട് വെച്ചിരിക്കുന്നത്. എക്ക് ഒരു ചാർജ് കൊടുക്കുന്നു, +q എന്ന ചാർജ് എക്ക് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇൻഡക്ഷൻ കൊണ്ട് ബിയുടെ നിയറസ്റ്റ് സൈഡിൽ -q എന്ന ചാർജ് വരും. ഫാദർ സൈഡിലുണ്ടാകുന്ന ചാർജസ് എർത്ത് ചെയ്യുക വഴി അത് ന്യൂട്രലൈസ് ചെയ്ത് പോകും.
So we have two metallic plates, parallel metallic plates with charges plus q and minus q on the inner sides. Inner sides-ലായിരിക്കും ആ ചാർജസ് റിസൈഡ് ചെയ്യുന്നത്. So the charge density of the charges are sigma. Charge density of the plates are sigma equals q by a plus sigma on this plate and minus sigma on this plate. അതാണ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. സോ ചാർജ് ഡെൻസിറ്റി is given by sigma equals q by a, or charge can be expressed as sigma into a. Now if V is the potential difference between these two plates, it is given by V equals E into D. E is the electric field between the plates. The field between the plates can be found as follows. Electric field between the plates is equal to the sum of the electric fields due to the plane sheets of charge. ഇപ്പോൾ ആദ്യത്തെ പോസിറ്റീവ് ചാർജാണ്, പോസിറ്റീവ് ചാർജസിൻ്റെ ഷീറ്റായിട്ട് കണക്കാക്കാം ഇന്നർ സൈഡ് എന്ന് പറയുന്നത്. അതുപോലെ ഇത് നെഗറ്റീവ് ചാർജസിൻ്റെ ഷീറ്റായിട്ട് കണക്കാക്കാം. അപ്പോൾ ഈ ഒരു പ്ലേറ്റ് കൊണ്ട് മാത്രം ഇവിടെ ഫോം ചെയ്യുന്ന ഫീൽഡ് നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് സിഗ്മ ഡിവൈഡഡ് ബൈ 2 എപ്സിലോൺ 0. അത് റൈറ്റിലേക്കായിരിക്കും. അതേ അളവ് തന്നെ റൈറ്റിലേക്ക് ഈ ഫീൽഡും പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ രണ്ട് ഫീൽഡും റൈറ്റിലേക്ക് തന്നെ ആക്ട് ചെയ്യുന്നു. അതുകൊണ്ട് റിസൾട്ടൻ്റ് ഫീൽഡ് എന്ന് പറയുന്നത് സിഗ്മ ബൈ 2 എപ്സിലോൺ 0 പ്ലസ് സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ഈക്വൽസ് സിഗ്മ ബൈ എപ്സിലോൺ 0. ദിസ് ഈസ് ദ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. So we can write the potential difference between the plates as V equals E into D. That means sigma by epsilon 0 into D. This is the potential difference between the plates. ഇങ്ങനെ എഴുതാനുള്ള കാരണം നമുക്കറിയാം, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് യൂണിഫോം ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഇസ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ യൂണിറ്റ് ചാർജ്. ഇപ്പോൾ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഒരു പ്ലേറ്റിൽ നിന്ന് അടുത്ത പ്ലേറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ചെയ്യപ്പെടുന്ന വർക്ക് അതായിരിക്കും ഇ ഇൻറ്റു ഡി എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് ഗോൺ ബൈ വി ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു ഡി. ദിസ് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഓഫ് ദീസ് കപ്പാസിറ്റർ. സോ ദ കപ്പാസിറ്റൻസ് ഈസ് ഗോൺ ബൈ സി ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ വി. ജനറൽ എക്സ്പ്രഷൻ. ഈ സിറ്റുവേഷനിൽ വിയുടെ വാല്യൂ നമ്മൾ എഴുതി, ക്യൂവിൻ്റെ വാല്യൂ എഴുതി. സോ ദിസ് ഈസ് ഈക്വൽ ടു ക്യൂ മീൻസ് സിഗ്മ ഇൻറ്റു എ, വി മീൻസ് സിഗ്മ d divided by epsilon 0. So this is equal to epsilon 0 into a divided by d. This is the capacitance of a parallel plate capacitor with a vacuum between the plates. ഈ പ്ലേറ്റ്സിനിടയ്ക്ക് വാക്വം ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. വാക്വം ആണെങ്കിൽ അല്ലെങ്കിൽ എയർ ആണെങ്കിൽ നമുക്ക് കപ്പാസിറ്റൻസ് ഓഫ് ദ കപ്പാസിറ്റർ ഇസ് ഗിവൺ ബൈ സി ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 into a by d. Now if the capacitor is filled entirely with a dielectric constant epsilon r or relative permittivity epsilon r, then we can write this capacitor as a C is equal to epsilon 0 into epsilon r into a by d. We can write this capacitance as a C equals epsilon 0 into epsilon r into a by d. അപ്പോൾ ഇവിടെ ഇതിനിടയ്ക്കുള്ള മീഡിയത്തിൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റിയാണ് എപ്സിലോൺ ആർ എന്ന് പറയുന്നത്. എപ്സിലോൺ ആറിനെ ക്യാപിറ്റൽ കെ കൊണ്ടും റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. സോ സി ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ ആർ ബൈ എപ്സിലോൺ ആർ ഇൻറ്റു എ ബൈ ഡി. സി ഈക്വൽസ് എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ ആർ ഇൻറ്റു എ ബൈ ഡി. ദിസ് ഈസ് ദ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വിത്ത് എ ഡയലക്ട്രിക് മീഡിയം ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. So we see that the capacitance of a parallel plate capacitor depends upon the area of the plates, then distance between the plates, and also the dielectric constant of the medium between the plates. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഒരു കണ്ടീഷൻ വേണം. അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് മസ്റ്റ് ബി വെരി സ്മോൾ കമ്പയർഡ് ടു ദ സൈസ് ഓഫ് ദ പ്ലേറ്റ്സ്. ദാറ്റ് മീൻസ് ഇത് ശരിയാകണമെങ്കിൽ ഒരു കണ്ടീഷൻ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം. എന്താണ്? ഡി സ്ക്വയർ ഈസ് വെരി മച്ച് ലെസ് ദാൻ എ. ഡിസ്റ്റൻസ് ഇൻ സ്ക്വയർ എന്ന് പറയുന്നത് ഈ പ്ലേറ്റിൻ്റെ ഏരിയയുടെ വാല്യൂനേക്കാൾ ഒരുപാട് ചെറുതായിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് ഈ ഇക്വേഷൻ അല്ലെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്.
അല്ലെങ്കിൽ ഇതിൻ്റെ എഡ്ജസിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ബെൻഡ് ചെയ്ത് വരും. അപ്പോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കില്ല. അതുകൊണ്ട് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണെങ്കിൽ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ദ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഓക്കെ. നൗ if there are capillary plates for a capacitor, ഒരു പ്രത്യേക കപ്പാസിറ്ററിന് capillary plates ഉണ്ടെങ്കിൽ the capacitance of such capacitors is given by C is equal to n minus 1 into epsilon 0 epsilon r into a by d. n പ്ലേറ്റ്സ് ഉള്ള കപ്പാസിറ്റർ എടുക്കുകയാണെങ്കിൽ അതിൽ n-1 ഗ്യാപ്സ് ഉണ്ടാകും. ഓരോ ഗ്യാപ്പ് ഒരു കപ്പാസിറ്ററായിട്ട് നിൽക്കും. അപ്പോൾ മൊത്തത്തിൽ അതിൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഈ രീതിയിലാണെന്ന് തെളിയിക്കാനായിട്ട് നമുക്ക് പറ്റും. സോ ദിസ് ഈസ് ദി എക്സ്പ്രഷൻ ഫോർ എ കപ്പാസിറ്റർ ഹാവിങ് capillary plates and d between the distance between any two adjacent plates. A is the area of each plate. Okay. ഇനി നമ്മൾ പഠിക്കുന്നത് എഫക്റ്റ് ഓഫ് എ ഡയലക്ട്രിക് ഓൺ കപ്പാസിറ്റൻസ് ആണ്. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റ്സിനിടയ്ക്കുള്ള സ്പേസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊരു ഡയലക്ട്രിക് കൊണ്ട് ഫില്ല് ചെയ്യാമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. തുടക്കത്തിൽ ഡയലക്ട്രിക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഇതിനകത്തുള്ള ഫീൽഡ് E0 എന്ന് വിചാരിക്കാം. E0 ഈസ് ദ ഫീൽഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ബിഫോർ ഇൻട്രൊഡ്യൂസിങ് ദ ഡയലക്ട്രിക് മീഡിയം. So it is given by sigma divided by epsilon 0. Sigma is the charge density on the surface of the plates before introducing the dielectric. അതുകൊണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്കറിയാം. ഇറ്റ് ഈസ് ഈക്വൽ ടു E ഇൻറ്റു ഡി. അതിൽ നിന്ന് നമ്മൾ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ Q/V എന്നുള്ള രീതിയിൽ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ വി ഗെറ്റ് epsilon 0 A divided by D. ഈ കപ്പാസിറ്റൻസ് നമ്മൾ C0 എന്ന് ഡിനോട്ട് ചെയ്യും. C0 is the capacitance of the capacitor with no medium between the plates or vacuum between the plates. C0 equals epsilon 0 into A divided by D. Now when we introduce a dielectric medium between the plates, we know that the dielectric gets polarized. So the effect of introducing a dielectric is that the charge density of the plates is reduced to sigma minus sigma p. That means plus sigma minus sigma p on this plate and minus of sigma minus sigma p on that plate. So the new electric field between the plates is given by E equals സിഗ്മ മൈനസ് സിഗ്മ പി ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. ഇതുപോലെ തന്നെ ഇവിടെ കണ്ടതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ ഇതിൻ്റെ പ്രസൻസിൽ ഡയലക്ട്രിക് വയ്ക്കുമ്പോൾ അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ഈ സർഫസിലെ ചാർജ് ഡെൻസിറ്റി റെഡ്യൂസ് ചെയ്തിട്ട് ഇതായിട്ട് മാറുന്നു എന്നുള്ളതാണ്. സിഗ്മ മൈനസ് സിഗ്മ പി ആയിട്ട് മാറുന്നു. അപ്പോൾ അങ്ങനെ മാറുന്നതായിട്ട് കണക്കാക്കിയാൽ ഈ വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഡയലക്ട്രിക് അതിനകത്ത് ഇല്ലാതെ തന്നെ ഇതിൻ്റെ ചാർജ് ഡെൻസിറ്റി ഇതാണെന്ന് അസ്യൂം ചെയ്യാവുന്നതുകൊണ്ട് ഇതുപോലെ തന്നെ സിഗ്മയുടെ സ്ഥാനത്ത് എന്ത് വരും? സിഗ്മ മൈനസ് സിഗ്മ പി വരും. സോ ദിസ് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. സോ ദിസ് സിഗ്മ മൈനസ് സിഗ്മ പി ഈസ് പ്രൊപ്പോർഷണൽ ടു, ഇതിൽ സിഗ്മ മൈനസ് സിഗ്മ പി എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡുമായിട്ട് ആദ്യം അപ്ലൈ ചെയ്ത ഇലക്ട്രിക് ഫീൽഡുമായിട്ടും ആദ്യം ഉണ്ടായിരുന്ന ചാർജ് ഡെൻസിറ്റി ആയിട്ടും ബന്ധമുണ്ട്. അതായത് സിഗ്മ പി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഇനിഷ്യൽ ഇലക്ട്രിക് ഫീൽഡ് E0 ആൻഡ് E0 ഈസ് പ്രൊപ്പോർഷണൽ ടു the charge density sigma. So we can write that sigma minus sigma p is proportional to sigma. സിഗ്മയ്ക്ക് പ്രൊപ്പോർഷനാണ് ഇത് എന്ന് പറയാൻ പറ്റും. ആൻഡ് ദിസ് ഈസ് ഗിവൺ ബൈ സിഗ്മ മൈനസ് സിഗ്മ പി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് 1/k ആണ് ഇൻറ്റു സിഗ്മ. സോ ദിസ് ഈസ് ഈക്വൽ സിഗ്മ ബൈ k, where k is called the dielectric constant of the medium, or it is same as the relative permittivity epsilon r. അപ്പോൾ ആ ഒരു പ്രൊപ്പോർഷണാലിറ്റിയിൽ ഇങ്ങനെ വരുന്നത് കൊണ്ട്
we can write this as E becomes a then E becomes a sigma divided by epsilon 0 into K. So electric field with the dielectric is given by E is equal to sigma by epsilon 0 into K. Now the potential difference becomes E into D equals sigma by epsilon 0 into K into D. This is the potential difference between the plates of the capacitor. So what is capacitance? Then capacitance becomes C is equal to Q by V equals Q divided by Q means sigma into K Q divided by sigma D divided by epsilon 0 into K. This is equal to epsilon is sigma vettu, so we get epsilon 0 K A divided by D. Epsilon 0 into K into A divided by D. This is the capacitance of the capacitor when the space is completely filled with a dielectric medium of dielectric constant K. K എന്ന് പറയുന്നത് എപ്സിലോൺ ആർ തന്നെയാണ്, അങ്ങനെ എഴുതാം. So this is the change. That means the capacitance after introducing the dielectric becomes K times its capacitance with air as the dielectric or vacuum as the dielectric. Vacuum ആയിരിക്കുമ്പോൾ capacitance എത്രയാണോ അതിൻ്റെ K times ആയിരിക്കും എന്തിൻ്റെ വാല്യൂ, ഈ പുതിയ capacitance value. So capacitance is increased by K times than the capacitance when the space is filled with the vacuum itself. വാക്യൂം തന്നെ ആയിരിക്കുമ്പോഴുള്ള കപ്പാസിറ്റൻസിൻ്റെ K ടൈംസ് ആയിരിക്കും. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അതിൽ നമുക്ക് മനസ്സിലാക്കാം. കെയുടെ ഡെഫിനിഷൻ തന്നെ നമുക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. വി ക്യാൻ സീ ദാറ്റ് C by C0 equals K. That means the dielectric constant or relative permittivity of a medium can be defined as the ratio of the capacitance with the medium as the dielectric or medium between the plates to the capacitance with the vacuum between the plates. So that is the case.